കോപ്പ ഡെൽ റേയിൽ അത്ലറ്റിക്കോ ബിൽബാവയോട് തോറ്റ് പുറത്തായതോടെ ബാഴ്സലോണ കോച്ച് സാവിയുടെ നില പരുങ്ങലിലായിരിക്കുകയാണ്. ലാലിഗയിൽ 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട ബാഴ്സലോണ സൂപ്പർ കപ്പിൽ റയൽ മാഡ്രിഡിനോട് തോറ്റിരുന്നു. യുവേഫ ചാമ്പ്യൻസ് ലീഗിലും നിലവിലെ സാഹചര്യത്തിൽ അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കാനാവില്ല. ഭേദപ്പെട്ട സ്ക്വാഡ് ഉണ്ടായിട്ടും ടീം പ്രതീക്ഷിച്ച മികവിലേക്ക് എത്താത്തതിൽ ബാഴ്സലോണ മാനേജ്മെന്റിന് കടുത്ത അതൃപ്തിയുണ്ട്. സ്പാനിഷ് മാധ്യമങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം ബാഴ്സലോണ സാവിയുടെ പകരക്കാരനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. നിലവിൽ 5 പരിശീലകരുടെ പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത്. വമ്പൻ ക്ലബ്ബുകൾക്കൊപ്പം വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒസേ മൗറിഞ്ഞോയാണ് പട്ടികയിലുള്ള പ്രധാനി. ഇറ്റാലിയൻ ക്ലബ് AS റോമ പുറത്താക്കിയ മൗറിഞ്ഞോ നിലവിൽ പണിയില്ലാതിരിക്കുകയാണ്. മൗറിഞ്ഞോ 1996 മുതൽ ബോബി റോബ്സന്റെ സഹപരിശീലകനായി ബാഴ്സലോണയിലുണ്ടായിരുന്നു. അന്നത്തെ മോശാനുഭവങ്ങൾക്ക് ശേഷം ഇനിയൊരിക്കലും ബാഴ്സയിലേക്ക് മടങ്ങില്ലെന്ന് മൗറിഞ്ഞോ പറഞ്ഞിട്ടുണ്ടെങ്കിലും മാറിയ സാഹചര്യത്തിൽ അപ്രതീക്ഷിത തീരുമാനമുണ്ടായാൽ അത്ഭുതപ്പെടേണ്ട. വമ്പൻ താരങ്ങളെ പരിശീലിപ്പിച്ച് പരിചയമുള്ളതാണ് മൗറിഞ്ഞോയുടെ മുതൽക്കൂട്ട്. 2008 പരീക്ഷണാടിസ്ഥാനത്തിൽ പെപ് ഗാർഡിയോളയെ കോച്ചായി നിയമിച്ച ബാഴ്സലോണയുടെ നീക്കം വിജയിച്ചിരുന്നു. ഇതേ പാത പിന്തുടർന്ന് മുൻതാരം റാഫേൽ മാർക്കസിനെ പുതിയ കോച്ചായി നിയമിക്കാൻ ബാഴ്സയ്ക്ക് ആലോചനയുണ്ട്. 7 വർഷം ബാഴ്സയുടെ താരമായിരുന്ന മാർക്കസ് ഇപ്പോൾ ബാഴ്സലോണ യൂത്ത് ടീമിൻ്റെ പരിശീലകനാണ്. ഗാർഡിയോളയും യൂത്ത് ടീമിൽ നിന്നാണ് ബാഴ്സയുടെ സീനിയർ ടീമിൻ്റെ പരിശീലകനായി നിയമിക്കപ്പെട്ടത്. റയൽ സൊസിഡാഡിൻ്റെ ഇമനോൾ അൽഗുവാസിലാണ് ബാഴ്സയുടെ പരിഗണനയിലുള്ള മറ്റൊരു പരിശീലകൻ. ബാഴ്സലോണയുടെ ശൈലിക്ക് യോജിക്കുന്നു എന്നതാണ് ഇമനോളിന് സാധ്യത നൽകുന്നത്. ഈ സീസണിൽ എല്ലാവരെയും ഞെട്ടിച്ച് മുന്നേറുന്ന ക്ലബ്ബാണ് ജിറോണ. വമ്പൻ താരങ്ങളില്ലാതെ ജിറോണയുടെ സ്വപ്നക്കുതിപ്പിന് പിന്നിലെ തന്ത്രങ്ങൾ കോച്ച് മൈക്കൽ സാഞ്ചസിൻ്റെതാണ്. 48-കാരനായ മൈക്കലിനെ യുവാൻ ലപ്പോർട്ട ക്യാമ്പ് നൗവിലെത്തിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല. ഇതോടൊപ്പം ബാഴ്സലോണയുടെ മുൻ താരം തിയാഗോ മോട്ടയും കാറ്റലൻ ക്ലബിൻ്റെ പരിഗണനയിലുണ്ട്. ഇറ്റലിക്കാരനാണെങ്കിലും ബാഴ്സയുടെ ലാമാസിയയിലൂടെ വളർന്ന താരമാണ് മോട്ട. ബാഴ്സയുടെ ശൈലി നന്നായി അറിയുന്ന മോട്ട സാവിയുടെ പിൻഗാമിയായാൽ അത്ഭുതപ്പെടേണ്ട. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.